glorious moments. ഞാൻ ചോദിക്കുന്നത്, ഈ കുരിശ് ശരിക്കും എന്തിനായി ക്രൈസ്തവ സഭ എന്തിനായി കുരിശ് ഉപയോഗിക്കണം? ഞങ്ങൾ ബന്ധുക്കോസുകാരെ കുരിശ് ഉപയോഗിക്കാല്ല, അത് പാസ്റ്റർ തന്നെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, എന്തിനായി ഈ ഈ കുരിശ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ, അതായത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ, എന്റെ കാര്യമല്ല, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ദ്യമായ ഒരു വസ്തുവാണ്. പിന്നെ എന്തിനാണ് ഈ കുരിശ് ഈ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നാട്ടി വെക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? പാസ്റ്ററെ പോലുള്ള ആളുകൾ എന്തിനാണ് ഈ കുരിശ് ഒരു 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 പ്രത്യേക ഇതായിട്ട് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് പൂജ്യവസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്? അതേ നമ്മുടെ ഈ മനോഭാവത്തിൻ്റെതാണ്. ഇപ്പോ യേശുക്രിസ്തു വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 23 അധ്യായത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കേൾവിക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുക, യാഗവസ്തുവാണോ വലുത്, യാഗപീഠമാണോ വലുത്? അപ്പൊ ഒരു ചോദ്യമാണ്. ഇപ്പൊ യാഗവസ്തു ഉണ്ട്, യാഗപീഠമുണ്ട്. അപ്പൊ ആളുകൾക്ക് കൺഫ്യൂഷനാണ്, കാരണം കർത്താവിന്റെ ചോദ്യം കുടുക്ക് ചോദ്യമാണ്. ഇപ്പൊ യാഗവസ്തുവാണോ വലുത്, യാഗപീഠമാണോ വലുത്? ഇപ്പൊ കർത്താവ് പറയാ, കുരുടന്മാരായ വഴികാട്ടികളെ, യാഗപീഠമാണ് വലുത്. കർത്താവ് പറയാ, യാഗപീഠമാണ് വലുത്. യാഗവസ്തുവിനെയും ശുദ്ധീകരിക്കുന്ന യാഗപീഠമാണ് വലുതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ യാഗപീഠം വളരെ പ്രധാനപ്പെട്ടതാണെന്നും, യാഗപീഠം ആദരിക്കപ്പെടേണ്ടതാണെന്നും, യാഗപീഠം ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും വന്ദിക്കപ്പെടേണ്ടതാണെന്നും കർത്താവ് യേശുക്രിസ്തു പഠിപ്പിച്ചു. ഇനി യേശുക്രിസ്തുവിന്റെ മരണം ഒരു ബലിയായിരുന്നു. സ്നേഹത്തിന്റെ അൾത്താരയിൽ താൻ ബലിയായി. അപ്പൊ കർത്താവിന്റെ മരണം ബലിമരണമാണെങ്കിൽ കുരിശ് ബലിപീഠമാണ്. ബലിപീഠത്തിന് പ്രാധാന്യമുണ്ടെന്ന് യേശു പഠിപ്പിച്ചു. അപ്പൊ ബലിപീഠമായിട്ടാണ് ഈ കുരിശിനെ ക്രൈസ്തവര്, ഞാൻ ഇനി വ്യക്തിപരമായിട്ട് ഞാൻ ബഹുമാനിക്കുന്നത് എന്റെ കർത്താവിന്റെ ബലിപീഠമാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ അങ്ങനെ കാണുന്നത്. ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ബലികളെ നീക്കിയിടും തിരുബലി ധന്യം, പുണ്യം നൽകിയിടും ബലിയെ സ്തോത്രം. അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണം ബലിമരണമാണെന്നും ആ കുരിശ് ബലിപീഠമാണെന്നും മനസ്സിലാക്കുമ്പോൾ ബലിപീഠത്തിന് പ്രാധാന്യമുണ്ടെന്ന് മത്തായി സുവിശേഷം 23 യേശു പറഞ്ഞിരിക്കുകയാണ്. ഈ കുരിശിനെ ബഹുമാനിക്കാൻ നമ്മളോട് നേരിട്ട് പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവാ. ഇനിയെങ്കിലും ബന്ധക്കോസുകാർ മനസ്സിലാക്കണം, കുരിശ് നിങ്ങൾ കഴുത്തിൽ നെഞ്ചത്ത് വെക്കണം, പള്ളിയിൽ വെക്കണം, ബഹുമാനിക്കണം. ശരി. അപ്പം എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇപ്പൊ ഈ ബലിപീഠത്തിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ കുരിശ് ഓരോ ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവരും അത് ഒരു പൂജ്യവസ്തുമായി കാണണമെന്നാണ് പാസ്റ്റർ പറയുന്നത്. അല്ല, അത് എന്റെ അടുത്തൊരു ചോദ്യം, കർത്താവ് മരക്കുരിശിലല്ലേ മരിച്ചത്? പക്ഷെ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന പല കുരിശിലും വെള്ളിയുടെയും സ്വർണത്തിന്റെയും മറ്റേ കല്ലിന്റെയും പല രീതിയിലും പല ഭാവത്തിലുള്ളതാണല്ലോ. അതിനെന്താണ് ഒരു മറുപടി? മരക്കുരിശ് വെക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം, ഏറ്റവും നല്ലത് മരക്കുരിശാണ്. അല്ല, ഈ കുരിശ് വെക്കുന്നത് കൊണ്ടുള്ള ഒരു എന്താണ് അതിന്റെ ഒരു എന്താണ് അതിനൊരു അർത്ഥം, അല്ലെങ്കിൽ അതിന് നമ്മൾ മനസ്സിലാക്കുന്ന കുരിശ് എന്ന് പറഞ്ഞാൽ അതൊരു മിസ്റ്ററിയാണ് സാജി പാസ്റ്ററെ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ 2 തരത്തിൽ അർച്ചന നടത്തുമായിരുന്നു. ഉദർച്ചാർപ്പണം ഉണ്ട്, വേവ് ഓഫറിങ് ആൻഡ് ഹീവ് ഓഫറിങ് ആണ്. നീരാജനം ചെയ്യണം, മഹാപുരോഹിതൻ നീരാജനം ചെയ്യണം, ആ കറ്റ നീരാജനം ചെയ്യണം, മഹാപുരോഹിതൻ ഉദർച്ചാർപ്പണം ചെയ്യണം. ഇങ്ങനെ നമ്മുടെ സത്യവേദ പുസ്തകത്തിലുണ്ട്. എന്താണത്? ഹീവ് ഓഫറിങ് ആൻഡ് വേവ് ഓഫറിങ് എന്നാണ്. ഹീവ് ഓഫറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ വെക്കുകയാണ്. വേവ് ഓഫറിങ് എന്ന് പറഞ്ഞാൽ ഇടത്തോട്ടും വലത്തോട്ടുമാണ്. അപ്പൊ ഈ 2 ഓഫറിങ്, ഹീവ് ഓഫറിങ് വേവ് ഓഫറിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പൊ ഹീവ് ചെയ്യാണ്, ഹീവ് ഓഫറിങ് ആൻഡ് വേവ് ഓഫറിങ് എന്ന് പറഞ്ഞാൽ കുരിശാണ് ഈ വരയ്ക്കുന്നത്. ഈ സെയിം സംഗതിയാണ് യാക്കോബായ പുരോഹിതൻ ഈ ജനങ്ങളെ നോക്കി ഇങ്ങനെ കുരിശ് വരയ്ക്കുന്നത്. ആ ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ ഹീവ് ഓഫറിങ്ങും വേവ് ഓഫറിങ്ങും ചെയ്തിരുന്നു. ടുഗദർ ദേ മേക്ക് എ സൈൻ ഓഫ് ക്രോസ്. അപ്പൊ സൈനിങ് ഓഫ് ക്രോസ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ എബ്രായ ഭാഷ എടുത്തു, 22 ലെറ്റർ ഉണ്ട്. അതിന്റെ അവസാനത്തെ ലെറ്റർ ടൗ ആണ്. നിങ്ങൾ ഈ മീറ്റിംഗ് കഴിയുമ്പം ഹീബ്രു ലെറ്റേഴ്സ് എടുത്തിട്ട് ടൗ നോക്കുക, അത് കുരിശാണ്. അതാണ് മുദ്രയിടാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നെറ്റിമേൽ മുദ്രയിടണമെന്ന് യഹസ്കേൽ പ്രവചനോട് മുദ്രയിട്ട് ഒരുത്തിന് നാശം പറ്റില്ല, മുദ്ര നെറ്റിയിലിടണം. അതുകൊണ്ടാണ് കത്തോലിക്കർ നെറ്റിയെ കുരിശ് വരയ്ക്കുന്നത്. യാക്കോക്കാർ നെറ്റിയെ വരയ്ക്കാറില്ല. നെറ്റിയെ കുരിശ് വരയ്ക്കുന്നത് അതാണ് ബിബ്ലിക്കൽ റെഫറൻസ് ഉണ്ട്. യാക്കോക്കാർ കുരിശ് വരയ്ക്കുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കുരിശ് വരയ്ക്കും. അപ്പൊ ഈ കുരിശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഈ ബിലയാം എന്ന് പറഞ്ഞൊരു ഒരുത്തനെ കൊണ്ട് ബാലാക്ക് എന്ന് പറഞ്ഞ രാജാവ് ശപിക്കാൻ വേണ്ടി പോയല്ലോ. 4 പർവ്വതത്തിന്റെ മുകളിൽ ഗിരിനിരകളിൽ നിന്ന് ഇസ്രായേലിനെ കാണുന്ന എത്ര മനോഹരം എന്ന് പറഞ്ഞ് അദ്ദേഹം സുഭാഷിതം ചൊല്ലുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രവചനം പറഞ്ഞിട്ടുള്ള ബിലയാമാണ്. ബിലയാം മഹാ കുഴപ്പക്കാരനാണെന്നാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന പറയുന്നത്. പക്ഷെ ഈ ബിലയാം
മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കും, ഇസ്രായേലിന്റെ പാളയം നോക്കണം. അത് മുകളിൽ നിന്ന് നമ്മൾ ഒരു ഏരിയൽ വ്യൂ നോക്കി കഴിഞ്ഞാൽ അതൊരു കുരിശിന്റെ രൂപത്തിലായിരുന്നു. ഈ കുരിശ് കണ്ടതുകൊണ്ടാണ് ബിലെയാം ശപിക്കാതെ അനുഗ്രഹിച്ചിട്ട് തിരിച്ചു പോകുന്നത്. ഈ കുരിശ് എന്ന് പറയുന്നത്, ഇനിയിപ്പം കുരിശില്ലാതെ ഒന്നും നടക്കില്ല. ഇനി മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ആദ്യം കുരിശാ വരയ്ക്കുന്നത്. ഗ്രാഫില്ലേ, ഗ്രാഫ് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കും. കുരിശ് വരച്ചിട്ടല്ലേ, കുരിശാലാണ് ഈ മുഴുവൻ ലോകവും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുരിശില്ലാതെ വല്ലതും നടക്കുമോ? അത് കുരിശിന് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. അപ്പൊ ഈ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഈ പ്രദേശങ്ങളിലെല്ലാം, സിറിയയിലും ഇറാഖിലും ഒക്കെ ആദ്യം ഈ ഇസ്ലാമിസ്റ്റുകൾ തകർക്കുന്നത് കുരിശാണ്. അതെന്താണ് അതിന്റെ ഒരു പ്രത്യേകത? കുരിശ് കണ്ട പിശാചിന് വിരൽ പിടിക്കും എന്ന് കേട്ടിട്ടില്ലേ? കുരിശ് രൂപം അവർക്ക് ഇഷ്ടമില്ല. കാരണം ഈ യഹോവയുടെ ന്യായപ്രമാണത്തെയാണ് യേശു കുരിശിൽ തറച്ചത്. കൊലാസ്യലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് 3-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ, ചട്ടങ്ങളാൽ നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന കയ്യെഴുത്തിനെ കുരിശിൽ തറച്ചു. സത്യത്തിൽ കുരിശിൽ തറച്ച് യേശുവിനെ അല്ല, യേശു കുരിശിൽ ന്യായപ്രമാണത്തെ തറച്ചു. യേശു അവിടെ ഇറങ്ങിപ്പോന്നു, ന്യായപ്രമാണത്തെ കുരിശിൽ തറച്ചു. അതുകൊണ്ട് ഈ ന്യായപ്രമാണമാണ് ഈ പുതുതായിട്ട് ജീവൻ കൊടുത്തിട്ട് ശരിയല്ലോ എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ കൊണ്ട് നടക്കുന്നത്. യേശു കുരിശിൽ അടിച്ച സാധനമാണ്. അപ്പൊ അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർക്ക് എതിരാണ് കുരിശിന്. എതിര് വരുന്നതിന്റെ കാരണം അതാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വിവാദപരമായ ഷിബു പാസ്റ്ററിന്റെ ഒരു പരാമർശം ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞു. ചില ആളുകൾ എനിക്ക് അതിനുള്ള വിവരണം തന്നു. യേശു കുരിശിൽ മരിച്ചില്ല എന്ന് ഷിബു പാസ്റ്റർ ഒരു പ്രസ്താവന പറഞ്ഞു എന്ന് ഒരു അഭിപ്രായം കേട്ടു. അതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടോ? അത് എന്താണ്, അത് പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? യേശു കുരിശിൽ മരിച്ചല്ലോ, ഞങ്ങൾക്കായി യേശു മരിച്ചു, കുരിശിൽ മരിച്ചു. കുരിശിൽ മരിച്ചിട്ട് യേശുവിന്റെ ശരീരം അരിമത്തിയിലെ യോസഫും നിക്കോദിമോസും ഇറക്കി സംസ്കരിച്ചു. യേശു കർത്താവ് മരണത്തെ ജയിച്ചു ഉയർത്തു. ഇതെല്ലാം നമ്മുടെ ഞാനതാ വിശ്വസിക്കുന്നത്. ഞാൻ യേശു കുരിശിൽ മരിച്ചില്ലെന്ന് മുസ്ലിങ്ങളാ പറയുന്നത്. മുസ്ലിങ്ങൾ പറയുന്നത് അങ്ങനെ മരിച്ചൊന്നുമില്ല, അങ്ങനെ തോന്നി എന്നൊക്കെ അവരുടെ ഒരു വ്യാഖ്യാനം. യേശു കുരിശിൽ മരിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വേറെ ആരും തെറ്റിദ്ധരി. കാരണം ഇത് ഞാൻ പറഞ്ഞു, യേശുവിനെ അല്ല കുരിശിൽ തറച്ചത് ന്യായപ്രമാണത്തെ. യേശുവിനെ കുരിശിൽ തറച്ചെങ്കിൽ യേശു അവിടെ നൂരിപ്പോന്നു. പക്ഷെ യേശു ന്യായപ്രമാണത്തെ കുരിശിൽ തറച്ചെന്ന് പൗലോസിൽ എഴുതിയിട്ടുണ്ട്. ഇതാരും പറയുന്നില്ല. ഇതാണ് തെറ്റിദ്ധരിച്ചതാണ് ആളുകൾ. അതായത് ഈ യേശുവിനെ നെയിൽ ചെയ്തു, പക്ഷെ അവിടുന്ന് യേശുവിന്റെ ശരീരം അവിടെ നൂരിയെങ്കിലും യേശു ന്യായപ്രമാണത്തെ കുരിശിൽ തറച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അത് അധികം പേര് ശ്രദ്ധിക്കാത്ത ബൈബിൾ വാക്യമാണെന്നും അപ്പൊ ഇന്ന് കുരിശിൽ തൂങ്ങി കിടക്കുന്ന ന്യായപ്രമാണമാണെന്നുമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ കുരിശിൽ ഒരു മനുഷ്യരൂപം വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, ഞങ്ങളുടെ സഭയ്ക്കും യോജിപ്പില്ല. സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ രൂപമില്ലാത്ത കുരിശാണ് അവർ വെക്കുന്നത്. പ്ലെയിൻ കുരിശേ വെക്കത്തുള്ളൂ. കാരണം ഈസ് നോട്ട് ദെയർ. കുരിശിൽ അവനില്ല, കല്ലറയിലും അവനില്ല. കല്ലറയുടെ അടുത്ത് നിന്ന് ദൂതം പറഞ്ഞു വിടിയില്ല, പൊക്കോളം പറഞ്ഞു. ഈസ് നോട്ട് ഓൺ ദ ക്രോസ്, ഈസ് നോട്ട് ഇൻ ദ ഗ്രേവ്. അപ്പൊ അവൻ കല്ലറയിലും ഇല്ല, കുരിശിലും ഇല്ല. അതുകൊണ്ട് പ്ലെയിൻ കുരിശാണ് ശരിക്കും വെക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കുരിശിൽ മരിച്ചില്ലെന്നല്ലോ. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.